മഹിളകളുടെ മണ്ഡലം ചുറ്റിയുള്ള യാത്ര എത്തിയിരിക്കുന്നത് തൃശ്ശൂരിലാണ്. കാൽനൂറ്റാണ്ടിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്ത് വിജയത്തിലേക്ക് നയിക്കുമെന്നാണ് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലന്റെ ആത്മവിശ്വാസം. തൃശ്ശൂരിൽ നിന്ന് സ്മിത ഹരിദാസും കൃഷ്ണ ചെറിയാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇവിടെ എല്ലാവർക്കും സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഇത്തവണ നിയമസഭയിലേക്ക് എന്ന് പറയുമ്പോൾ ഒരു വലിയ ലാർജ് സ്കെയിലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അല്ലേ ഞാൻ 25 വർഷം തൃശ്ശൂർ കോർപ്പറേഷനിലെ തുടർച്ചയായിട്ട് കൗൺസിലറാണ്. 2000 കോർപ്പറേഷനായിട്ട് രൂപീകരിച്ച അന്ന് മുതൽ ഈ 25 വർഷം തുടർച്ചയായിട്ട് കൗൺസിലറാണ്. ഒരു വർഷം 9 മാസം മേയറാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 25 വർഷ കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് എല്ലാ മുക്കും മൂലയും അറിയാം, എല്ലാവരെയും അറിയാം. നേരിട്ട് പേര് വിളിച്ച് പറയാനുള്ള ഒരു ബന്ധമുണ്ട്, വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട്. മാത്രമല്ല മേയറായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ചെയ്ത ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ തന്നെ എണ്ണി പറയാനുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമാണ്. അപ്പോൾ 1/4 നൂറ്റാണ്ടായിട്ട് തൃശ്ശൂരിലെ പ്രാദേശിക രാഷ്ട്രീയത്തിലുണ്ട്. കൈവെള്ള പോലെ തൃശ്ശൂരിനെ അറിയാവുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ കൂടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് LDF അവരുടെ നിലവിലെ MLA സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. അപ്പോൾ അത് ഒരു ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ടോ? അത് രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ്, അത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സമീപത്തുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒരു CPIയുടെ ഒരു MLA നിർത്തുകയും മറ്റൊരു MLA വേണ്ടാന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അവർ തന്നെ അവരെ MLA നന്നായി പ്രവർത്തിച്ചിട്ടില്ല, വേണ്ടതൊന്നും ചെയ്തില്ല എന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊരു ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളാണ് അപ്പുറത്ത് NDA സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ബന്ധങ്ങൾ വേറെ രാഷ്ട്രീയം വേറെ എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളെ കാണുക. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ എങ്ങനെയാണത്? പത്മജേച്ചി അപ്പുറത്ത് നിൽക്കുമ്പോൾ പൽപ്പേച്ചി കോൺഗ്രസിലായിരുന്ന കാലഘട്ടങ്ങളിൽ പൽപ്പേച്ചിക്ക് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വർക്കിങ്ങിനുള്ള കമ്മിറ്റിയിലൊക്കെ ഞാനുണ്ടായിരുന്നു. ആത്മാർത്ഥമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന ഡിവിഷനിൽ പോലും പൽപ്പേച്ചി പരാജയപ്പെട്ട സമയത്ത് പോലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ നല്ല ലീഡ് അന്ന് പൽപ്പേച്ചിക്ക് ലീഡ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൽപ്പേച്ചി തോറ്റു. പക്ഷേ പൽപ്പജ വേണുഗോപാൽ ഇന്ന് കോൺഗ്രസിലില്ല. പൽപ്പജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയാണ്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. വ്യക്തിപരമായ ബന്ധങ്ങൾക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ പോലും പൽപ്പജ വേണുഗോപാൽ കോൺഗ്രസുമായി ഇപ്പോൾ യാതൊരു ബന്ധമില്ല. രാഷ്ട്രീയ ശത്രു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ശത്രുവാണ് BJP. ആ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.